അച്ഛാ അച്ഛാ വേണ്ട അച്ഛാ 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 പറയണ കേക്കച്ഛാ വേണ്ട അച്ഛാ 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 ഇനിയും തലയിടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ ചേർത്തിടിക്കച്ചാ. തോറ്റുപോയില്ലേ മക്കളെ, നിന്റെ അച്ഛൻ തോറ്റുപോയില്ലേ? ആ കവിരി, ശാരദ, ചാരുലത, ശിവരാമൻ ഇവരാരുമല്ല എന്നെ തോപ്പിച്ചത്. നീ ഒറ്റയാളാ, നീ ഒറ്റയാളാ. അച്ഛാ 50 ലക്ഷം അല്ല, 50 കോടി കൊടുക്കാം. അതിനുള്ളതൊക്കെ ഉണ്ട് ജയപാലിന്റെ കയ്യില്. തോട്ടവും പുരയിടവും കയ്യിലുള്ള എല്ലാം വിട്ടുകൊടുത്തേക്കാം. ഈ ഉടുതുണി മാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടാലേ അവന്ന് പൊരുതി കേറുമി ജയപാലൻ കേറിയിട്ടുണ്ട്. പക്ഷേ എന്റെ കുടുംബത്തിന് അതൊരു പോറല് പറ്റിയ ഈ അച്ഛൻ തകർന്നു പോവും. നിങ്ങൾക്ക് വേണ്ടിട്ടാ ഈ അച്ഛൻ ജീവിക്കുന്നത്. ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മക്കളെ, നിന്റെ കല്യാണം മുടങ്ങുമെന്ന് അച്ഛൻ സത്യമായിട്ടും കരുതിയില്ല. നടക്കും എന്നാ കരുതിയത്. അതിനിടയിലാ ആ കാവേരി. വേണ്ടച്ചാ, നീവിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആ കാവേരിക്ക്, അവൾക്ക് മാത്രം അവനെ കിട്ടരുത്. അത് നീ അച്ഛനോട് പറഞ്ഞാ പോലെ. അതിന് നീ ഇങ്ങനെ കിടന്നു പോന്നു. വാക്ക് താഴ്ച. മോളെ, നീ എനിക്കൊരു വാക്ക് തരണം. ഇതുപോലൊരു അബദ്ധം ഇനി കാണിക്കത്തില്ല. വാക്ക്. എങ്കിലേ ഇത് അച്ഛൻ്റെ വാക്കാ. അവനെ ഇപ്പൊ തന്നെ തീർക്കട്ടെ. നീ പറഞ്ഞാ മതി. വേണ്ടച്ചാ, സമയമാവുമ്പോ ഞാൻ പറയാം. അയ്യോ, എന്തൊക്കെയായി പറയുന്നത്? അങ്ങോട്ട് വന്നേക്കുന്നു. അച്ഛാ, കൊല്ലേണ്ടി വന്നാ കൊല്ലണോ അച്ഛാ? വെട്ടി വെട്ടി കൊല്ലണം. അച്ഛാ, ആ ചോറ് തുടക്കച്ചാ. വേണ്ട മോളെ, ഈ മുറിവ് ഉണങ്ങാൻ പാടില്ല. ഇതൊരു തൂവല് പോലെ എന്റെ നെറ്റിയിൽ അങ്ങനെ കിടക്കണം. ഇത് കണ്ണാടി കാണുമ്പോഴൊക്കെ എനിക്ക് ഈ നിമിഷം ഓർമ്മ വരണം. തോറ്റ് തറപറ്റിയ നിമിഷം. ഈ ചോരയുടെ ഓർമ്മ ചോര കണ്ടു തന്നെ മായൂ. തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചേക്ക് തന്നെ. വരുന്നുണ്ടോടി, ഞാൻ വരുന്നുണ്ട്.